ഹായ് ഹലോ എല്ലാവർക്കും നമ്മളെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഇന്ന് രാവിലെ നല്ല മഴ ഉണ്ടായിരുന്നു. ഞങ്ങളവിടെയൊക്കെ നല്ല മഴ ഉണ്ടായിരുന്നു. രാവിലെ തന്നെ ഒരു പുകട്ട് മൂടിയ പോലെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു 8:30 ആയപ്പോൾ മഴ ഉണ്ട് പെയ്ത്. മഴ മാത്രം ഒരു വിടിയും പെട്ടിട്ടാ, ഒന്ന് വെട്ടിയിട്ടുള്ള വെട്ടിയിടി എല്ലാം സ്ട്രോങ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതാ മോളെ സ്കൂൾ വണ്ടിയിലൊക്കെ കയറ്റി വിട്ടതിൻ്റെ ശേഷം അകത്ത് കയറിയിട്ട് അകത്ത് കയറിയപ്പോൾ അതാ പൗഡർ, ഐബ്രോ പെൻസിൽ, വള, മാല, പിന്നെ മക്കളെല്ലാവരും ചില്ലറ അവർ കാണുന്ന കയ്യിൽ ഇതിൽ കൊടുന്നിടും ചെയ്യും. ഇതൊക്കെ കൂടി ഞാൻ ഈ ഒരു ബോക്സിലാണ് ആക്കി വെച്ചിരിക്കുന്നത്. ഇതാണ്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ പണിയാണ് കഴിഞ്ഞ്. പിന്നെ അടുത്ത ഇതാ ബെഡൊന്ന് വൃത്തിയാക്കിയിരുന്നു. ആകപ്പാട് ഉറങ്ങി നീച്ച് കണ്ടിട്ട് പോയതാണ്. സ്കൂൾ പറഞ്ഞേക്കാളുകൊണ്ട് നമുക്ക് നിൽക്കില്ല, അവരെ പറഞ്ഞേച്ചിൻ്റെ ശേഷം ഈ പണിക്കൊക്കെ നിൽക്കുള്ളൂ. അപ്പോൾ അതാ ബെഡ് വന്ന് കിട്ടിയതാട്ടോ. ഇത് കണ്ടില്ല, രണ്ടാളും ചെരുപ്പ് നല്ല ഭദ്രമായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഐസ്ക്രീമിൻ്റെ ബോക്സിൽ. എന്നിട്ട് അത് കൊടുന്നങ്ങാണ്ട് ബെഡ് മട്ടേക്കണ്. ഇതൊക്കെയാണ് അവരെ പണിട്ടാ. കണ്ടോന്ന് കൊടുക്കാൻ തോന്നും. പിന്നെ അപ്പോൾ അവരില്ലാത്ത സമയത്തുകൊണ്ട് കണ്ടുകൊണ്ട് എന്താണ് അവർക്ക് ചിരി എന്നിട്ടാ. ഇനി ഈ ബെഡൊന്നും തട്ടിക്കൊട്ടിയിട്ട് ഒരു സമാധാനമാണ്. നമ്മൾ തട്ടിക്കൊട്ടിയൊക്കെ ഇട്ട് നമ്മൾ പണിയൊക്കെ കഴിച്ചിട്ട് നോക്കി ആരും വല്ലതൊന്നും ചെയ്യാത്ത ദിവസം ഉണ്ടാവുമല്ലോ എല്ലാവരും. അന്നൊരു വിരുന്നേർക്ക് പ്രത്യേക ഒരു വരവാട്ടാം. അപ്പം ഞാൻ വേഗത്താണ്ട് വൃത്തിയാക്കി ഇട്ടാലൊരു സമാധാനം, നമുക്ക് കാണുമ്പോഴൊരു സമാധാനം, നമ്മളെ മേത്തുനിന്ന് ഒരു പണി കഴിഞ്ഞ് കിട്ടിയപ്പോൾ ഒരു തോന്നലുമാണ്. അപ്പോൾ അതെൻ്റെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വന്ന് കെടുക്കണമെങ്കിലൊക്കെ ഒന്ന് കെടുക്കും ചെയ്യലല്ലേ. ഇതൊരു വൃത്തിയില്ലാതെ കിടന്ന് നമ്മൾ ആ ഒരു ദിവസം തന്നെ നമുക്കൊരു നെഗറ്റീവ് എനർജി ആട്ടെ. എനിക്കങ്ങനെയാണ്. മൊത്തത്തിൽ നമ്മൾ നല്ല വൃത്തിയാക്കി കിട്ടാൻ നമുക്ക് തന്നെ ഒരു ഉത്സാഹമല്ല. ഇല്ലെങ്കിൽ നമ്മൾ ആകേണ്ട മടി പിടിച്ച് വേണ്ടാവാണ്ട് വെച്ചിട്ടാണ്. അപ്പോൾ അതൊക്കെ ഉണ്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ചുമരൊക്കെ നിങ്ങൾ കണ്ടില്ല, ചുമരുമലൊക്കെ നല്ല കലാവിരുദ്ധമുള്ള മക്കൾ എൻ്റെ മക്കൾ. അപ്പോൾ അതുകൊണ്ട് അവരെ കലാവിരുദ്ധമൊക്കെ അവർ തെളിയിക്കലും പ്രകടിപ്പിക്കലും ചുമരുമലാട്ടം. നമ്മളതിന് വരക്കാൻ പേപ്പറൊന്നും വാങ്ങിക്കൊടുക്കാഞ്ഞിട്ടല്ല, എന്നാലും കാണും. ഈ ഐബ്രോ പെൻസിലൊക്കെ വെച്ച് വരക്കും, അതുപോലെ ക്രയോൺ വെച്ച് വരക്കും. ക്രയോൺ വെച്ച് വരച്ചാൽ തീരെയും പോകില്ല, ഐബ്രോ പെൻസിലേറ്റ് വെച്ച് വരച്ചാൽ പിന്നെയും പോകും. എൻ്റെയൊക്കെ നല്ല കിട്ടലും ഉണ്ട് കേട്ടോ, പക്ഷെ കൊടുത്തിട്ടൊന്നും കാര്യമില്ല. ആ വേദന മറമ്പോൾ പിന്നെ അതന്നെ ചെയ്യാം. പിന്നെ മോനൊന്ന് സ്കൂളിൽ പോയിട്ടില്ല കേട്ടോ. അവനക്ക് ഇന്നലെ തുടങ്ങിയാണ് വയറുവേദനയും ഛർദിയാളാകണ്ട് ക്ഷീണിച്ചിരിക്കണം. അപ്പോൾ ഏതായാലും ഇവിടെ ഇരിക്കല്ലേന്ന് കരുതിയിട്ട് ഞാൻ എന്താ എയും ബിയും ഒക്കെ എഴുതി അങ്ങനെ ഒരു സ്ലേറ്റിൽ എഴുതി കൊടുത്തിരിക്കണം. ചെറിയ മക്കളെ LKG പഠിക്കുന്നവർ വേഗം മറന്നു പോലെ കുറച്ച് ദിവസം സ്കൂളും കൂടി പോകാതായാലും. എന്നിട്ട് ഞാൻ അടുക്കളയിൽ പോയിട്ടുണ്ട് കേട്ടോ. അടുക്കളക്ക് ഒരു കഥയൊക്കെ എടുക്കണം, കാരണം ആ രാവിലത്തെ സ്കൂൾ പോക്ക് തന്നെ ചില്ലറ അടങ്ങാറൊന്നുമില്ല. ചായയും കടി ആവണം, കഞ്ഞി ആവണം, ചോറാവണം, ഒക്കെ കൂടി ആവണ്ടേ. ഇന്ന് ഞാൻ കഞ്ഞിയാട്ട കൊടുത്തതേ. മോനക്ക് വയറുവേദനയാണ്, പിന്നെ കഞ്ഞി ആകുമ്പോൾ രണ്ടാളെ വയറ്റിലുണ്ട് ആയിക്കോളും. അവർക്ക് ഉണ്ടാക്കി കഞ്ഞി കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. ഒരു മുട്ട പൊരിച്ചിരുന്നു, അതും ബാക്കിയുണ്ടായിരുന്നു. അത് കൂട്ടി ഞാനും എൻ്റെ രാവിലത്തെ കണ്ട് കഴിച്ച്. ഇമ്മ പിന്നെ ദോശ കേട്ടോ തിന്നണത്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഒരു 12 മണിയൊക്കെ പിന്നെ നമ്മൾ റേഷനരിൻ്റെ കഞ്ഞി ഉണ്ടല്ലോ, റേഷനരിൻ്റെ ചോറ് വെക്കണ കൂടുതൽ അതങ്ങോട്ട് കഞ്ഞി മാറ്റി വെച്ച് കുറച്ച് വറ്റെടുത്താൽ കഞ്ഞി വെള്ളം കൂട്ടിയാൽ ഒന്നും കൂടി തിളപ്പിച്ചാണ്ട് അത് ചൂടായി മോനക്ക് കൊടുക്കട്ടെ. എൻ്റെ പുതിയാപ്പിള കുറെ വെച്ചതുകൊണ്ടായിരുന്നു, കാരണം കഞ്ഞി കൊടുക്കുക ചോറ് കൊടുക്കണ്ടല്ലോ വിചാരിച്ചിട്ട്. പിന്നെ ബീഫ് ഉണ്ട്, ഇത് കാക്ക് കൊടുത്തേക്കാനുള്ള ബീഫായിട്ട്. അപ്പം നല്ല വെള്ളം വറ്റിച്ചെടുക്കണമല്ലോ, വേവിച്ചിട്ട് അത് നല്ലോണം ഒന്ന് വറ്റിച്ചെടുക്കണം. ആൾക്ക് ചിക്കൻ പൊരിച്ചത്, ബീഫ് പൊരിച്ചത്, എന്തിനും ഉരുളക്കിഴങ്ങ് വെച്ചൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പം ഭയങ്കര ആകാംക്ഷയോടെ സന്തോഷത്തോടു കൂടിയാണ് അത് ഉണ്ടാക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഇതുപോലുള്ള വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരും കേട്ടോ.